രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 7ാം വിക്കറ്റ് നഷ്ടം. 153 റൺസെടുത്ത ഡാനിഷ് മലൈവാറിനെ ബേസിൽ പുറത്താക്കി. ഫൈനൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 7ാം വിക്കറ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മത്സരത്തിൽ കേരളം വീണ്ടും പിടിമുറുക്കുകയാണ് ചെയ്യുന്നത്. PS കൃഷ്ണരാജുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. കൃഷ്ണരാജ്, ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു കേരളം ഒന്ന് വിറയ്ക്കുന്ന ഒരു കാഴ്ച. പക്ഷേ അതിനൊക്കെ തന്നെ തിരിച്ചടി നൽകുകയാണ്. അപ്പോൾ വീണ്ടും കേരളം പിടിമുറുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിദർഭയ്ക്ക് 7ാം വിക്കറ്റും നഷ്ടമായിരിക്കുന്നു. പ്രതീക്ഷകളേറെ തന്നെയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂർ, രണ്ടാം ദിവസത്തെ ആദ്യ മണിക്കൂർ നിർണായകമാകും എന്ന് പറഞ്ഞിരുന്നു. അത് കൃത്യമായി സംഭവിക്കുകയും ചെയ്തു. 43 റൺസ് എടുക്കുന്നതിനിടെ വിദർഭയുടെ 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്താൻ കേരളത്തിന്റെ ബൗളർമാർക്കായി. 6 വിക്കറ്റുകൾ വീഴ്ത്തിയതും ഫാസ്റ്റ് ബോളർമാരാണ്. കരുൺ നായർ റൺഔട്ട് ആവുകയായിരുന്നു. എൻ ബേസിലിന് 2 വിക്കറ്റ്, MP നിതീഷിന് വിക്കറ്റ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ ബൗളിംഗ് നിരയിൽ കേരളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 11 ഓവർ പൂർത്തിയാകുമ്പോൾ കേരളത്തിന് അവരുടെ 3 വിക്കറ്റുകൾ വീഴ്ത്താനായി 297 റൺസ്. ഒരുപക്ഷെ ഒരു 350-നുള്ളിലൊക്കെ വിദർഭയുടെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാൻ കേരളത്തിനായാൽ കേരളത്തിന് സെമിയിലും ക്വാർട്ടറിലും ഒക്കെ കേരളം കാണിച്ച ടാക്ടിക്സ് അത് തന്നെ പിന്തുടർന്നാൽ പോലും സൂക്ഷ്മമായി കളിച്ചാൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേരുന്ന തരത്തിലേക്ക് പോകാനുള്ള ബാറ്റിംഗ് നിര കേരളത്തിനുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കേരള ബാറ്റിംഗ് നിരക്ക് നൽകുന്ന, കേരള ടീമിന് നൽകുന്ന ആത്മവിശ്വാസവും. ശരി, രഞ്ജി ട്രോഫി ഫൈനൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 7ാം വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. മത്സരത്തിൽ കേരളം വീണ്ടും പിടിമുറുക്കുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.